prove that whatever number we take as x, the point x to x plus 3 is a point on the line joining minus 1 and 2 7. x ആയി ഏത് സംഖ്യ എടുത്താലും x to x plus 3 എന്ന ബിന്ദു minus 1 1 2 7 എന്നീ ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വരയിലെ ബിന്ദുവാണെന്ന് തെളിയിക്കുക. ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ minus 1 1 2 7 എന്നീ പോയിന്റുകൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണണം. അതിനുശേഷം ദാ ഈ പോയിന്റ് നമ്മൾ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഇക്വേഷനിൽ പറയുന്ന പോലെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ x to x plus 3 എന്ന് പറയുന്നത് ആ ലൈനിലുള്ള പോയിന്റ് ആയിരിക്കും. അപ്പോ നമുക്ക് ആദ്യം ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് minus 1 1 2 7 minus 1 1 2 7 എന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ സമവാക്യം എഴുതാം. നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ് y minus y1 divided by y2 minus y1 equal to x minus x1 divided by x2 minus x1. വിലകൾ കൊടുത്തു. ഇവിടെ x1 y1 y1 1 ആണ്. അപ്പോ ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അപ്പൊ y minus y1 എത്രയാ 1, y2 എത്രയാ 7, അപ്പൊ 7 minus 1. x minus x1, അപ്പൊ x minus x1 ന് ഒരു മൈനസ് ഉണ്ട്, അപ്പൊ വീണ്ടും minus 1. then x2 2 ആണ്, x1 minus 1 ആണ്, അപ്പൊ 2 minus minus 1. രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആകും. അപ്പോ y minus 1 divided by 7 minus 1 എത്രയാ? 6. x plus 1 divided by 2 plus 1 എത്ര കിട്ടും? 3 കിട്ടും. ഇനി ഇതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. 3നെ ഇങ്ങോട്ടും കൊണ്ടുപോവുക, 6നെ ഇങ്ങോട്ടും കൊണ്ടുവരാം. 3 ഇവിടെ ഡിവിഷൻ ആണ്, ഇപ്പുറം വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. 6 ഇവിടെ ഡിവിഷൻ ആണ്, ഇപ്പുറം വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ 3 into y minus 1 6 into x plus 1. ഇനി ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പറിനെ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ നമ്പർ കൊണ്ടും എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പോ 3 into y 3y minus 3 into 1 3 equal to 6 into x 6x plus 6 into 1 1. ഇനി ഈ 6x ന്റെ സ്ഥാനത്തേക്ക് 3y നെ കൊണ്ടുവന്നു. അപ്പൊ 6x minus 3y 6x minus 3y plus 6 minus 3 ഇപ്പുറത്തോട്ട് വന്നു, അപ്പൊ പ്ലസ് 3. എങ്ങനെയാ? ആദ്യം 6x എഴുതി, അവിടേക്ക് ഈ 3y നെ കൊണ്ടുവന്നു, ഇതിവിടെ പ്ലസ് 3y ആണ്, ഇപ്പുറം വന്നപ്പോ മൈനസ് 3y ആയി. ഇവിടെ ഒരു പ്ലസ് 6 ഉണ്ട്, അവിടേക്ക് ഈ മൈനസ് 3 വരുമ്പോ പ്ലസ് 3 ഈക്വൽ ടു 0. അവിടുന്ന് 6x minus 3y ഈക്വൽ ടു 6 3 കൂട്ടിയാൽ എത്ര കിട്ടും? 9. ഇനി നമുക്ക് നമ്മളുടെ ഇക്വേഷൻ കിട്ടി 6x minus 3y plus 9 equal to 0. അതിൽ നമുക്ക് ഈ x to x plus 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x ന്റെ സ്ഥാനത്ത് x ഉം y യുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? 2x plus 3 ഉം കൊടുക്കുക. അപ്പോ 6x minus 3 into y എത്രയാണ്? 2x plus 3 plus 9. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ 6x 3 into 2 എത്രയായി? minus 6 ആയി. minus 2 3 into 2 6x minus 3 into plus 3 അല്ലെ? minus 3 into plus 3 minus 9 plus 9. rx എന്ന് rx പോയി, പിന്നെ x ഉണ്ടോ? ഇല്ല. minus 9 plus 9 അത് എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പൊ 0 എന്ന് കിട്ടും. അപ്പൊ 0 equal to 0 കിട്ടിയില്ലേ? അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഈ x to x plus 3 എന്ന് പറയുന്നത് ഈ ലൈനിലെ ഒരു പോയിന്റ് തന്നെയാണ്. x to x plus 3 is a point on the line joining minus 1 1 and 2 7. minus 1 1 2 7 എന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയിലെ ഒരു ബിന്ദുവാണ് x to x plus 3. ഇത് x ന് ഏത് വില എടുത്തു കഴിഞ്ഞാലും ശരി x എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. കാരണം കണ്ടോ, ഈ 6x ഉം 6x ഉം ക്യാൻസൽ ആയി പോകുന്ന പോലെ x എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അതേപോലെ ഈ നമ്പർ എന്തായി പോവും? ക്യാൻസൽ ആയി പോകും. ഓക്കെ.